തിരുവല്ല ഓതറ തോട്ടയ്ക്കാട് കുടുംബത്തിൽ വർഗീസിന്റെയും പട്ടാഴി പാലമൂട്ടിൽ ഏലിയാമ്മയുടെയും മൂത്ത മകനായി 1935 മാർച്ച് 3 ജോൺ വർഗീസ് ജനിച്ചു. തന്റെ ഏക സഹോദരിയായിരുന്നു പരേതയായ ജോയിയമ്മ. തനിക്ക് 1.5 വയസ്സ് പ്രായമുള്ളപ്പോൾ പിതാവ് ലോകത്തിൽ നിന്നും മാറ്റപ്പെട്ടു. മാർത്തോമാ സഭയുടെ കൂട്ടായ്മയിൽ വളർന്നു. ബാല്യത്തിൽ വളരെ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും തന്റെ ജീവിതത്തിൽ അനുഭവിച്ചു. 16-ാമത്തെ വയസ്സിൽ വടക്കേ ഇന്ത്യയിലേക്ക് പോവുകയും അവിടെ മിലിറ്ററി സേവനം ചെയ്തു പോരുകയും ചെയ്തു. ആ കാലയളവിൽ തന്റെ മാതാവിന്റെ മാതാവ് പെന്തക്കോസ്ത് അനുഭവത്തിൽ ആയിരുന്നതിനാൽ അത് മുഖാന്തിരം തന്റെ മാതാവ് വിശ്വാസത്തിൽ വന്നു. എന്നാൽ താൻ ആ അവസ്ഥയിലേക്ക് വന്നിരുന്നില്ല. 1957 ജൂലൈ 31 മഞ്ഞക്കാല വിളയിൽ മറിയാമ്മയെ തന്റെ ജീവിത പങ്കാളിയായി ദൈവം കൂട്ടിച്ചേർത്തു. അവരുടെ ദാമ്പത്യ ജീവിതം മാതൃകാപരമായിരുന്നു. 4 മക്കളെ ദൈവം ദാനമായി നൽകി. തന്റെ ഭാര്യ പെന്തക്കോസ്ത് അനുഭവത്തിലേക്ക് മാതാവിനോടൊപ്പം വരികയും മക്കളെ പെന്തക്കോസ്ത് അനുഭവത്തിൽ വളർത്തുകയും ചെയ്തു. രക്ഷിക്കപ്പെടാത്ത കാലയളവിലും വിശുദ്ധന്മാരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്തിരുന്നു ജോൺ വർഗീസ്. ദീർഘവർഷങ്ങൾക്ക് ശേഷം താൻ 1976 രക്ഷാനിർണയം പ്രാപിക്കുകയും വിശുദ്ധന്മാരുടെ കൈക്കീഴിൽ വിശ്വാസ സ്നാനം സ്വീകരിച്ച് പരിശുദ്ധാത്മാഭിഷേകവും പ്രാപിച്ചു. ദി പെന്തക്കോസ്ത് മിഷൻ സഭയിൽ ഒരു ഉത്തമ വിശ്വാസിയായി ജീവിച്ചു. അതിനുശേഷം മിലിറ്ററിയിൽ നിന്നും വിരമിക്കുകയും ദുബായിയുടെ പ്രദേശത്തേക്ക് പോവുകയും ചെയ്തു. ആ കാലയളവിൽ ദുബായിൽ TPMന്റെ വേല ആരംഭിച്ചിരുന്നില്ല. മറ്റു ചില വിശ്വാസികളുമായി ചേർന്ന് ഒരു റൂമിൽ പ്രാർത്ഥിച്ചു പോരുകയായിരുന്നു. ദൈവം തന്നെയും തന്റെ കൂടെയുള്ളവരെയും ധാരാളമായി അനുഗ്രഹിച്ചു. ക്രമേണ ആ വേല വളർന്നു വരുവാനിടയായി. മറ്റനേകർക്കും TPMന്റെ വേലയ്ക്കും താൻ ഒരു ആശ്വാസവും അനുഗ്രഹവുമായിരുന്നു. സന്ദർശകരായി എത്തുന്ന വിശുദ്ധന്മാരെ വിശ്വാസികളുടെ സമീപത്തേക്ക് എത്തിക്കുന്നതിനും വാഹന സൗകര്യമില്ലാത്തവരെ മീറ്റിങ്ങുകൾക്ക് എത്തിക്കുന്നതിനും താൻ വലിയ ഉത്സാഹത്തോടെ കർത്താവിനു വേണ്ടി പ്രവർത്തിച്ചു. 1990 തന്റെ ഔദ്യോഗിക ജീവിതത്തിൽ നിന്നും വിരമിച്ച് നാട്ടിലേക്ക് വരികയും പട്ടാഴി മയിലാടുംപാറ TPM സഭയോട് ചേർന്ന് സൺഡേ സ്കൂൾ അധ്യാപകൻ, സെക്രട്ടറി എന്നീ നിലകളിൽ പ്രവർത്തിക്കുകയും ചെയ്തിരുന്നു. തന്റെ ശാരീരിക ക്ലേശം നിമിത്തം ആ സ്ഥാനത്ത് നിന്നും മാറി വിശ്രമിക്കുകയായിരുന്നു 1 മാസത്തോളം. സൗഖ്യമില്ലാതെ ഭവനത്തിലായിരുന്ന ആ സമയങ്ങളിലും ദൈവത്തോട് കൂടുതൽ അടുത്തുകൊണ്ടിരുന്നു ജോൺ വർഗീസ്. 8/12/2013 പകൽ 11:30 താൻ പ്രിയം വെച്ച കർത്താവിന്റെ സന്നിധിയിൽ ചേർക്കപ്പെട്ടു.
സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. ദോഷമായിട്ടൊന്നും എന്നോ എന്റെ താതൻ ചെയ്യുകയില്ല. എന്നെ അവൻ അടിച്ചാലും അവൻ എന്നെ സ്നേഹിക്കുന്നു. കഷ്ടനഷ്ടമേറി വന്ന ഭാഗ്യവാനായി തീരുന്നു ഞാൻ. കഷ്ടമേറ്റ കർത്താവോടു കൂട്ടാളിയായി തീരുന്നു ഞാൻ. ലോകസൗഖ്യമെന്തു തരും ആത്മക്ലേശമതിൻ ഫലം. സൗഭാഗ്യമുള്ള ആത്മജീവൻ കഷ്ടതയാൽ വർദ്ധിക്കുന്നു. ജീവനത്തിൽ വമ്പു വേണ്ട, കാഴ്ചയുടെ ശോഭ വേണ്ട. കൂടാരത്തിൽ മൂടി പോലെ ക്രൂശിൻ നിറം മാത്രം മതി. ഉള്ളിലെനിക്കെന്തു സുഖം തേജസ്സേറും കേരുബീകൾ കൂടാരത്തിനകത്തുണ്ട്. ശേഖൈനായും ഉണ്ടവിടെ. ഭക്തന്മാരാം സഹോദര വിളക്കുപോൽ കൂടെ. സ്തോത്രം 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 ഹല്ലേലൂയ സ്തോത്രം 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 സ്തോത്രം. എല്ലാവരും ചേർന്ന് സ്തോത്രം ചെയ്യാം. സ്തോത്രം സ്തോത്രം സ്തോത്രം. പ്രിയ പിതാവിൻ്റെ ജീവിതത്തിൽ കർത്താവ് ചെയ്ത എല്ലാ നന്മകൾക്കായും സ്തോത്രം ചെയ്യാം. സ്തോത്രം സ്തോത്രം സ്തോത്രം. തക്കസമയത്ത് വിശുദ്ധീകരിച്ച് ദൈവം തന്റെ സന്നിധിയിലേക്ക് ചേർത്തതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം സ്തോത്രം സ്തോത്രം. പ്രത്യാശയോടുള്ളതായ ജീവിതം നയിപ്പാൻ ദൈവം നൽകിയതായ ഭാഗ്യത്തിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. ഈ ലോകത്തിലെ കഷ്ടങ്ങളിൽ നിന്നേക്കുമായി തീർന്ന് കഷ്ടതയില്ലാത്ത രാജ്യത്തിൽ അവകാശം പ്രാപിപ്പാൻ ഇടയായതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം സ്തോത്രം സ്തോത്രം. ദുഃഖത്തിലായിരിക്കുന്ന എല്ലാവരെയും ദൈവം ആശ്വസിപ്പിക്കേണ്ടതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം. അടക്ക ശുശ്രൂഷ എല്ലാം ദൈവം അനുഗ്രഹമാക്കി തീർക്കേണ്ടതിനായി സ്തോത്രം ചെയ്യാം. സ്നേഹമേറിയ ഞങ്ങളുടെ നല്ല പിതാവേ, നന്ദിയോടെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. ഈ പിതാവിൻ്റെ ജീവിതത്തിൽ ദൈവം ചെയ്തതായ എല്ലാ നന്മകൾക്കായും സ്തോത്രം. മാനസാന്തരപ്പെടുവാൻ, സ്നാനം സ്വീകരിപ്പാൻ, ദൈവത്തെ സ്നേഹിപ്പാൻ, ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിപ്പാൻ, ഈ ലോകത്തിലെ മാലിന്യങ്ങളെ ഒരു വിശുദ്ധ ജീവിതം നയിപ്പാൻ, ദൈവരാജ്യത്തെക്കുറിച്ചുള്ള പ്രത്യാശയോടെ ജീവിപ്പാൻ ഈ പിതാവിന് നൽകിയതായ ഭാഗ്യത്തിനായി സ്തോത്രം. ജ്ഞാനികൾക്കും വിവേകികൾക്കും വെളിപ്പെടാത്ത ദൈവരാജ്യത്തിൻ്റെ മർമ്മം ഗ്രഹിക്കുവാൻ, ദൈവരാജ്യത്തെക്കുറിച്ചുള്ള പ്രത്യാശയോടെ ജീവിച്ച് കഷ്ടതയില്ലാത്ത രാജ്യത്തിൽ അവകാശം പ്രാപിപ്പാൻ ഇടയാക്കിയതിനായി സ്തോത്രം. ദുഃഖത്തിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ആശ്വസിപ്പിക്കുമാറാകണമേ. ഇതുപോലൊരു കടന്നുപോകേണ്ടെന്ന് മനസ്സിലാക്കി എല്ലാവരും ജീവിതത്തെ ക്രമീകരിപ്പാൻ, ദൈവരാജ്യത്തിനായി തങ്ങളെ തന്നെ ഒരുക്കുവാൻ ദൈവം സഹായിക്കണം.
അടക്ക ശുശ്രൂഷ എല്ലാം ദൈവം അനുഗ്രഹമാക്കി തീർക്കും. ദൈവനാമം എല്ലാത്തിലും മഹത്വപ്പെടുത്തും. യേശുവിൻ നാമത്തിൽ തന്നെ. സ്തോത്രം, സ്തോത്രം. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ പുത്രൻ്റെ നാമത്തിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് ഇവിടെ ചേർന്ന് വന്ന് ഞങ്ങളുടെ പ്രിയപ്പെട്ട അച്ചായൻ്റെ വേർപാടിൽ ആശ്വാസം കണ്ടെത്തുവാൻ തക്കതുപോലെ നീ ഞങ്ങൾക്ക് വലിയ കൃപ നൽകിയതുകൊണ്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. നിൻ്റെ കരുണയാലും കൃപയാലും ഞങ്ങൾക്ക് ഈ ലോകത്തിൽ വന്ന് പാർക്കുവാനും നീ തന്ന ആയുസ്സ് വിശ്വസ്തയോടെ ജീവിച്ച് പൂർത്തിയാക്കുവാനും നിങ്ങളെ സഹായിക്കുന്നുണ്ട്. സ്തോത്രം. ഞങ്ങളുടെ പ്രിയപ്പെട്ട പിതാവിനെ ഓർത്ത് ഞങ്ങൾ നിനക്ക് നന്ദിയും സ്തുതിയും സ്തോത്രം അർപ്പിക്കുന്നു. ഈ പ്രായം വരെയും നീ അത്ഭുതകരമായി അതിശയകരമായ ദാസനെ നീ സൂക്ഷിക്കുകയും നടത്തുകയും ചെയ്തു. വിശ്വസ്തയോടുകൂടെ കുടുംബത്തിനും ദേശത്തിനും സഭയ്ക്കും നല്ല ഒരു മാതൃകയായി ജീവിപ്പാൻ തക്കതുപോലെ നിന്റെ ദാസനെ നീ സഹായിച്ചതുകൊണ്ട് സ്തോത്രം. തിരികെമായപ്പോൾ വിളിച്ച നിന്റെ മഹത്വമുള്ള സന്നദ്ധത്തിലേക്ക് നിന്റെ ദാസനെ നീ ചേർത്തിരിക്കുന്നതുകൊണ്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. മനുഷ്യൻ്റെ ആയുസ് 70 സംവത്സരം ഏറെയായ 80. അതിൻ്റെ പ്രതാപം പ്രയാസം ദുഃഖമാണ്. ഞങ്ങൾ അത് വേഗം തിരികെ ഞങ്ങൾ പറന്നു പോകേണ്ടവരാണ്. ഈ ലോകം ശാശ്വതമല്ല എന്ന് ഞങ്ങളെ ഓർപ്പിക്കുന്നു. ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു എന്ന് വിശ്വസിക്കുന്ന മരിച്ചാലും ജീവിക്കും. ജീവിച്ചിരുന്ന് എന്ന് വിശ്വസിക്കുന്ന ഒരു നാൾ മരണം കാണുകയില്ല. ആ വലിയ പ്രത്യാശയോടുകൂടി ഞങ്ങൾ ഓരോ ദിവസവും ജീവിപ്പാൻ കൊണ്ടിയാക്കണം. ജീവനം പ്രാപിക്കേണ്ടതിന് ദൈവത്തിൻ്റെ ന്യായാസനത്തിന് മുൻപാകെ നിൽക്കേണ്ടവരാണെന്നുള്ള ബോധത്തോടുകൂടെ എപ്പോഴും ഒരുക്കി കാത്തിരിപ്പാൻ തക്കൊണ്ട് ഇടിയാക്കണം പ്രാർത്ഥിക്കുന്നു. അങ്ങനെ കർത്താവെ കുടുംബജീവിതം നയിക്കുകയും മക്കളെ കാണുകയും അവരോടൊപ്പം സ്നേഹ സന്തോഷങ്ങളിൽ കുടുംബങ്ങളുടെ ഒരു പ്രകാശമായി അനുഗ്രഹമായിട്ട് നിന്റെ ദാസൻ തീർന്നുള്ളത് ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. എല്ലാവരോടും വളരെ കരുണയോടും സ്നേഹത്തോടും ദൈവഭക്തിയോടും ഭയത്തോടും കൂടെ ഇടപെടുവാനും സംസാരിപ്പാനും ആ ശ്രേഷ്ഠമായുള്ള മാതൃക ഞങ്ങൾക്ക് ലഭിച്ച് എൻ്റെ ദാസൻ ചേർക്കപ്പെട്ടിരിക്കുന്നു. ഞങ്ങൾ നല്ല മാതൃക പിൻപറ്റിക്കൊണ്ട് ജീവിപ്പാൻ തക്കൊണ്ട് സഹായിക്കണമേ. വേർപാട് ദുഃഖകരമാണെന്നാൽ യേശുക്രിസ്തുവിൽ കൂടി ഞങ്ങൾ ധരിക്കുന്ന പ്രത്യാശയില്ല. വേർപാടിനെ കാണുവാനും ഇത് താൽക്കാലികമാണെന്നും പുതിയൊരു അനുഭവത്തിലേക്ക് ഞങ്ങൾ പ്രവേശിക്കുന്ന മഹത്തായിട്ടുള്ള ഒരു അനുഭവത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന പ്രത്യാശയോടുകൂടെ വീണ്ടും കാണാം എന്നുള്ളതായ മഹത്വരമായുള്ള പ്രതീക്ഷയോടുകൂടെ ദാസനെ സ്തോത്രം ചെയ്ത് യാത്രയെ ബന്ധക്കൊണ്ട് ഇടിയാക്കണം പ്രാർത്ഥിക്കുന്നു. കർത്താവ് തന്നു, കർത്താവ് എടുത്തു, അവന് നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന യോബിനോട് ചേർന്ന് പറഞ്ഞ് സന്തോഷത്തോടുകൂടി പ്രിയ പിതാവിന് യാത്രയെ മക്കൾക്ക് വേണ്ടുന്ന ഹൃദയവിശാലതയും മനസ്സൊരുക്കവും പ്രത്യാശയും ധൈര്യവും വിശ്വാസം നൽകണമെന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. വന്നു ചേരുവാനുള്ളവർക്ക് ഈ തക്ക സമയത്ത് വന്നു ചേരുവാനും എല്ലാം ചന്തമായും ക്രമമായും വിധമായും ഈ ശുശ്രൂഷകളൊക്കെ നടപ്പാൻ തക്കൊണ്ട് സഹായിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ രൂപാന്തരത്തിനും ഞങ്ങളുടെ ജീവിതത്തിൻ്റെ അനുഗ്രഹത്തിനും അത് കാരണമായി ഭവിക്കണമേ. പ്രാർത്ഥന കേട്ടതുകൊണ്ട് അങ്ങേ സ്തുതിക്കുന്നു, മഹത്വം അങ്ങേക്ക് തരുന്നു. യേശുവിൻ്റെ നാമത്തിലുള്ള പ്രാർത്ഥന ദയവുണ്ടായി കേൾക്കുമാറാകണമേ. ആമേൻ. അങ്ങോട്ട് പാട്ട് Con
ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമായ കർത്താവേ, ക്രിസ്തീയ ജീവിതത്തിൽ നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഏറ്റവും വലിയ ദാനം നിത്യജീവനാകുന്നല്ലോ. കർത്താവായ യേശുവേ, നിന്നിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവനുണ്ടെന്ന് ഞങ്ങൾക്ക് അവിടുന്ന് വാഗ്ദാനം നൽകുന്നതിനായിട്ട് ഞങ്ങൾ നന്ദിയോട് സ്തുതിക്കുന്നു. ജീവിച്ചിരിക്കെ കർത്താവിൽ വിശ്വസിക്കുന്നവൻ മരിക്കുകയില്ല ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന വാഗ്ദാനത്തിനായിട്ട് നന്ദിയോട് സ്തോത്രം. രക്ഷകനായ യേശുവേ, ഞങ്ങൾക്കായിട്ട് നീ ഭൂമിയിൽ കടന്നു വന്ന് ക്രൂശിൽ മരിച്ച് ഞങ്ങൾക്ക് നേടിത്തന്ന നിത്യജീവനായിട്ട് രക്ഷയ്ക്കായിട്ട് നന്ദിയോട് നിന്നെ സ്തുതിക്കുന്നു കർത്താവേ. പ്രത്യേകമായിട്ട് കർത്താവെ, നിന്നിൽ ആശ്രയിച്ച് മരിച്ചിരിക്കുന്ന ഈ മകന്റെ ജീവിതത്തിനായിട്ട് ഞങ്ങൾ അങ്ങേക്ക് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഭവനത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിന്റെ മക്കളെയൊക്കെ അവിടുന്ന് നീ ആശ്വസിപ്പിക്കണമേ, ആവശ്യമായിട്ടിരിക്കുന്ന സമാധാനത്താലോട് നിറയ്ക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ വലിയ ദിവ്യ സമാധാനം അനുഭവിക്കാൻ നിന്റെ മക്കൾക്ക് അവിടുന്ന് ഇടയാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ക്രിസ്ത്യ ജീവിതത്തിൽ മരണം ഒരു അവസാനമല്ല, മറ്റൊരു ജീവിതത്തിന്റെ ആരംഭം കൂടി ആകുന്നത് ഞങ്ങളെ പഠിപ്പിച്ചതിനായിട്ട് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, നിന്റെ മക്കളെ അവിടുന്ന് സഹായിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യണമേ. നടക്കുന്ന ശുശ്രൂഷമേ നിന്റെ കൃപയുണ്ടാകണമേ. പ്രത്യാശയോടുകൂടിയ ശുശ്രൂഷയിൽ പങ്കെടുക്കുവാൻ അവരെ ധൈര്യപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യണമേ. എല്ലാ ശുശ്രൂഷകളും അങ്ങയുടെ തിരുസന്നിധിയിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. എല്ലാവരെയും അവിടുന്ന് ബലപ്പെടുത്തുന്നു. കർത്താവേ, യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കണമേ.
സ്തോത്രം 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 ഹല്ലേലൂയ സ്തോത്രം. എല്ലാവരും ചേർന്ന് വീണ്ടും സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം സ്തോത്രം. തുടർന്ന് നടക്കുവാൻ പോകുന്ന അടക്കൽ ശുശ്രൂഷ ദൈവം അനുഗ്രഹമായി ഫാരവരെ നടത്തേണ്ടതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. ഈ പിതാവ് കാണിച്ചതായ നല്ല മാതൃക പിൻപറ്റുവാൻ എല്ലാവർക്കും ദൈവം കൃപ നൽകേണ്ടതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. ദുഃഖത്തിനായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ആശ്വസിപ്പിച്ച് ദൈവ സമാധാനം കൊണ്ട് നിറയ്ക്കേണ്ടതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. ഇതുപോലൊരു വേർപാട് മരണം ഉണ്ടെന്ന് എല്ലാവരും മനസ്സിലാക്കി ദൈവരാജ്യത്തെ കുറിച്ചുള്ള പ്രത്യാശയോടെ ജീവിപ്പാൻ കർത്താവ് കൃപ നൽകേണ്ടതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. ഈ പ്രിയ പിതാവിന്റെ ജീവിതത്തിൽ ആരംഭിച്ച നല്ല പ്രവൃത്തി കർത്താവ് തികച്ച് തക്ക സമയത്ത് ദൈവസന്നിധിയിലേക്ക് ചേർത്തതിനായി സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം സ്തോത്രം. നിത്യനും പരിശുദ്ധനുമായ ഞങ്ങളുടെ നല്ല പിതാവേ, നന്ദിയോടെ വാഴ്ത്തുന്നു സ്തുതിക്കുന്നു. ഈ പ്രിയ പിതാവിന്റെ ജീവിതത്തിൽ ആരംഭിച്ച നല്ല പ്രവൃത്തി ദൈവം ചെയ്തു തികച്ച് തക്ക സമയത്ത് ദൈവത്തിന്റെ അവകാശത്തിലേക്ക് എത്താൻ കർത്താവെ വിശ്വാസത്തിന് വേണ്ടി അന്ത്യം വരെ പോരാടുവാൻ ഈ വലിയ ഭാഗ്യം ഈ പ്രിയ പിതാവിന് ദൈവം നൽകിയതിനായി ദൈവത്തെ വാഴ്ത്തുന്നു. പ്രിയ പിതാവ് കാണിച്ചതായ നല്ല മാതൃക പിൻപറ്റുവാൻ എല്ലാ പ്രിയപ്പെട്ടവർക്കും ദൈവം സഹായിക്കുമാറാകണമേ. വേർപാട് മുഖാന്തരമായി ദുഃഖത്തിനായിരിക്കുന്ന എല്ലാ ഹൃദയങ്ങളെയും ദൈവസമാധാനം കൊണ്ടും ആശ്വാസം കൊണ്ടും അവിടെ നിന്ന് നിറയ്ക്കുമാറാകേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥനയെ സംബന്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കുമാറാകണമേ. തുടർന്ന് നടക്കുവാൻ പോകുന്നതായ അടക്ക ശുശ്രൂഷ ദൈവം ഭാരമേറ്റ് അനുഗ്രഹമായി ദൈവം നടത്തേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ദൈവനാമം എല്ലാവിധത്തിലും മഹത്വപ്പെടുവാൻ സഹായിക്കണം. ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവേ, ആമേൻ. സ്തോത്രം സ്തോത്രം. എന്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെയില്ലൊന്നും, യേശു മാത്രം സമ്പത്താകുന്നു. ചാവിനെ വെന്നുയിർത്തവൻ വാനലോക മതിൽ ചെന്നു, സാധു എന്നെ ഓർത്തു നിത്യം താതനോടു യാചിക്കുന്നു. എന്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെയില്ലൊന്നും, യേശു മാത്രം സമ്പത്താകുന്നു. ക്രൂശിൽ മരിച്ചീശനൻ പേർക്കായി വീണ്ടെടുത്തെന്നെ സ്വർഗ്ഗകാനാൻ നാട്ടിലാക്കുവാൻ. പാപം നീങ്ങി ശാപം മാറി നിത്യമിന്നെ ജയമേകി വേഗം വരാമെന്നുരച്ചിട്ടാമയം തീർത്താശ നൽകി. തന്റെ പേർക്കായി സർവസമ്പത്തും യാഗമായി വച്ചിട്ടെന്നേക്കും തന്നിൽ പ്രേമമായി. തന്റെ വേല ചെയ്തുകൊണ്ടും തന്റെ ക്രൂശു ചുമന്നിട്ടും പ്രാണപ്രിയൻ സേവയിൽ തന്നായുസെല്ലാം കഴിക്കേണം. എന്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെയില്ലൊന്നും, യേശു മാത്രം സമ്പത്താകുന്നു. നല്ല ദാസൻ എന്നു ചൊല്ലുന്നാൾ തന്റെ മുമ്പാകെ ലജ്ജിതനായി തീർന്നു പോകാതെ. നന്ദിയോടെ പ്രിയൻ മുൻപിൽ പ്രേമ
എന്റെ ദേശം ഈ ഭൂമിയല്ല, അന്യനായി സാധു ആവിൻ ദേശം വിട്ടുപോകുന്നു. എന്റെ രാജാവെഴുന്നള്ളുമ്പോൾ തന്റെ മുമ്പാകെ ശോഭയേറും രാജ്ഞിയായി മാവിലെന്നെ ചേർത്തിടും തൻ പൊന്നുമാവിൽ മുത്തിടും ഞാൻ. ആയെനിക്ക് മഹാഭാഗ്യം ദൈവമേ നീ ഒരുക്കിയേ, എന്റെ സമ്പത്തെന്നു ചൊല്ലുക. കൂടി വന്ന ഏവരെയുമായി കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിച്ചുകൊള്ളട്ടെ. എനിക്ക് ഈ തങ്കച്ചാനുമായിട്ടുള്ള ബന്ധം നമുക്ക്